ഹായ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതട്ടാ. ഇന്നേ ചെറിയൊരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിട്ട് വന്നോക്കണേ, വേറെ ഒന്നല്ല, ചെറിയൊരു ഇൻഫോർമേഷൻ. അപ്പോ എല്ലാവർക്കും അത് ഉപകാരമായിട്ടാന്ന് വെച്ചിട്ട് ഞാൻ പറയണേ. സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം, എല്ലാവർക്കും അറിയണതാണോ അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഞാൻ ആ വീഡിയോ ഇടണേ കേട്ടാ. അപ്പോ നിങ്ങൾക്ക് വീഡിയോ കണ്ടുനോക്ക്, എന്നിട്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോ നമ്മുടെ ഇന്നത്തെ താരം ഇതേ കുക്കറിന്റെ അടപ്പാണ് കേട്ടാ. കുക്കറിന്റെ ടോപ്പ് ഇവനാണ് ഇന്നത്തെ നമ്മുടെ കഥയിലത്തെ വില്ലനും താരവും. എന്താ ഇവനെ കാണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ നമ്മുടെ വീട്ടില് ചെറിയൊരു പണി തന്നു. കഞ്ഞി വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചുള്ളൻ നൈസായിട്ട് ഒന്ന് അലമ്പുണ്ടാക്കി. നൈസായിട്ട് അലമ്പുണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിന്റെ ഉള്ളിൽ നിന്ന് കഞ്ഞിയും വെള്ളവും കംപ്ലീറ്റ് കിച്ചണിൽ മുഴുവനാക്കി. എന്താ കാരണം നോക്കിയപ്പോ ഏതി കൂടെ വന്നേ നോക്കിയപ്പോ ഈ ഹോള് കണ്ടില്ലേ, ഈ ഹോളിന്റെ ഉള്ളിലത്തെ ഈയം പുറത്തേക്ക് തെറിച്ചു പോയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഉള്ള കഞ്ഞിയും വെള്ളവും കംപ്ലീറ്റ് സാധനം പുറത്തേക്ക് ചാടി വന്നു. ഈ സാധനം അങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയായിരുന്നു. ഭാഗ്യത്തിന് ഈ സാധനം തെറിച്ചു പോയ കാരണം കുക്കർ പൊട്ടിത്തെറിച്ചില്ലേ നമ്മുടെ കയ്യിൽ നിന്ന്. അങ്ങനെ അത് ഞാൻ നന്നാക്കാൻ ക്ലിയർ ആക്കാൻ വേണ്ടി നന്നാക്കിയപ്പോ കൊണ്ടുപോയിപ്പോ അവിടുത്തെ ആള് പറഞ്ഞു, ഇതൊന്നും നീ ക്ലീൻ ആക്കാറില്ലേന്ന് ചോദിച്ചു. ഞാൻ ക്ലീൻ ആക്കി, കുക്കറിന്റെ അടപ്പ് ക്ലീൻ ആക്കാറില്ലെന്ന് ചോദിച്ചു. അപ്പൊ ആള് എനിക്ക് കാട്ടി തരണം. ഇവിടെ ഒരു 7 ഹോളുണ്ട്. ഇതുണ്ടാ, കുക്കറിന്റെ വിസിലിന്റെ തൊട്ട് താഴെ 7 ഹോളുണ്ട്. 7 ഹോളിന്റെ ഉള്ളില് വേസ്റ്റ് അടഞ്ഞിരുന്നിട്ട് എയർ ടൈറ്റ് ആവുമ്പോഴാണ് ഈ സാധനം പൊട്ടിത്തെറിക്കണെന്ന് പറയുന്ന ആള്. അപ്പൊ സാധനം പുറത്തേക്ക് തള്ളി പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ആള് പറയണത്. ഇതിന്റെ ഉള്ളിൽ എപ്പോഴും വേസ്റ്റ് അടിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ വേസ്റ്റ് ക്ലീൻ ആക്കണം പറഞ്ഞ ആള്. അപ്പൊ ആളോട് ചോദിച്ചപ്പോ ആള് പറഞ്ഞു, സിമ്പിൾ ആയിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ, വലിയ ആൾത്തല പണിയൊന്നുമില്ല ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ ആള്. ഇതിപ്പോ ക്ലീൻ ചെയ്യാനായിട്ട് വലിയ പണിയൊന്നുമില്ല. ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഹോളിൽ കൂടെ സൂചി എടുക്കുക. നമ്മുടെ ഇതില്ലേ, സാധാ സൂചി എടുത്തിട്ട് ഇത് ഇപ്പുറത്തേക്ക് കുത്തുക, ഇങ്ങനെ കുത്തുക. അപ്പൊ അതിന്റെ ഉള്ളിൽ വേസ്റ്റ് പോയി. ഈ സൂചി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് എടുക്കുക. അടുത്ത ഹോൾ എടുക്കുക, കുത്തുക, ഇപ്പുറത്തേക്ക് എടുത്ത് കുത്തുക. ഇത്ര തന്നെയുള്ള ഇങ്ങനെ ഹോൾ എടുക്കുക, കുത്തുക. ഇത്ര തന്നെയുള്ള പരിപാടി. പിന്നെ ഈ ഹോൾ എടുക്കുക. എവിടെയാ ഹോളൊന്നും കാണാനില്ലല്ലോടപ്പാ. അത് ഹോളോടെ ഉണ്ട്. ഹോൾ എടുത്ത് ഇങ്ങനെ കുത്തുക, ഇതിനുള്ളിൽ കുത്തുക, വേസ്റ്റ് കംപ്ലീറ്റ് കളയുക. കംപ്ലീറ്റ് ആ ഹോള് 7 ഹോളുണ്ടെന്ന് പറഞ്ഞാൽ 7 ഹോളും ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങനെ ഊതി കൊടുക്കുക. ഊതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ക്ലിയർ ആയിന്നാ പറയണേ. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ സാധനത്തിന് പൊട്ടിത്തെറിയാ പ്രശ്നങ്ങളാ ഒന്നും ഉണ്ടാവില്ല, എയർ ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ആരും വൃത്തിയാക്കണത് ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ആള് പറയണേ. അപ്പൊ നിങ്ങൾക്കൊരു ഉപകാരമായ ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ മാക്സിമം കുക്കർ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്നവരല്ലേ. അപ്പൊ എല്ലാവരും ഇത് ഇങ്ങനെ ചെയ്യണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ എനിക്കൊരു പുതിയ അറിവാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നുള്ളൂ. അപ്പോ നിങ്ങൾക്കിത് ഉപകാരമായി നിങ്ങൾ എന്റെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളെ എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് രൂപത്തിൽ ഒന്ന് ഇടാണെങ്കിൽ എനിക്കൊരു സൗകര്യം ഉണ്ടാവും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നിങ്ങളെല്ലാവരും ഒന്ന് കമന്റ് ഇടാ, അല്ല ബെൽ ബട്ടൺ ഒന്ന് അമർത്താ. ബെൽ ബട്ടൺ അമർത്താത്തവരുണ്ടെങ്കിൽ ബെൽ ബട്ടൺ ഒന്ന് അമർത്താ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തൊക്കെ ചെയ്യുക അതൊക്കെയും ചെയ്യുക. ഓക്കെ. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട്, ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.